പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്നും നാളെയും തലസ്ഥാനത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ശംഖുമുഖം എയർപോർട്ട് ഭാഗവും പുത്തിരിക്കണ്ടം കിഴക്കേക്കോട്ട ഭാഗവും ഈ ദിവസങ്ങളിൽ താൽക്കാലിക റെഡ് സോണായി പ്രഖ്യാപിച്ചു. 2 കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിക്കുന്നതും പട്ടം, ബലൂണുകൾ എന്നിവ പറത്തുന്നതും ലേസർ ബീം ലൈറ്റുകൾ എന്നിവ ഉപയോഗിക്കുന്നതും നിരോധിച്ചു. വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെ എയർപോർട്ട്, പേട്ട ജനറൽ ആശുപത്രി, സ്റ്റാച്യു, പഴവങ്ങാടി, ചൂരാട്ടുപാളയം, ഈഞ്ചയ്ക്കൽ, ശ്രീകണ്ഠേശ്വരം പാർക്ക്, പവർ ഹൌസ് റോഡിൽ പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചു. അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്യും. വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ 11 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 1 വരെയും വിമാനത്താവള ഭാഗത്തു നിന്ന് ശംഖുമുഖം വഴി പോകുന്ന വാഹനങ്ങൾ വലിയതുറ പൊന്നറ പാലം വഴിയും വെട്ടുകാട് വേളിയിൽ നിന്ന് ഓൾ സെയിൻസ് വഴി പോകുന്ന വാഹനങ്ങൾ മാധവപുരം വെൺപാലവട്ടം വഴിയും കഴക്കൂട്ടത്ത് നിന്ന് ചാക്കിയിലേക്കുള്ള വാഹനങ്ങൾ വെൺപാലവട്ടം, കുമാരപുരം, പട്ടം, കവടിയാർ വഴിയും PMG ഭാഗത്തു നിന്ന് പാളയം വഴി പോകുന്ന വാഹനങ്ങൾ പബ്ലിക് ലൈബ്രറി, പഞ്ചാപുര വഴിയും തമ്പാനൂർ ഭാഗത്തു നിന്ന് ഓവർബ്രിഡ്ജ് വഴി കിഴക്കേക്കോട്ട പോകേണ്ട വാഹനങ്ങൾ ചുവരക്കാട്ട, പാളയം, കിള്ളിപ്പാലം, അട്ടകുളങ്ങര വഴിയും അട്ടകുളങ്ങര ഭാഗത്തു നിന്ന് കിഴക്കേക്കോട്ട വഴി പോകുന്ന വാഹനങ്ങൾ കിള്ളിപ്പാലം വഴിയോ ഈഞ്ചക്കൽ വഴിയോ പോകേണ്ടതുമാണ്. വെള്ളിയാഴ്ച പുത്തിരിക്കണ്ടം മൈതാനത്തിൽ നടക്കുന്ന പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുവാൻ വാഹനങ്ങളിൽ എത്തിച്ചേരുന്ന പ്രവർത്തകരെ കിള്ളിപ്പാലം, അട്ടകുളങ്ങര, ശ്രീകണ്ഠേശ്വരം പാർക്ക് എന്നീ ഭാഗങ്ങളിൽ ഇറക്കിയ ശേഷം വലിയ വാഹനങ്ങൾ ആറ്റുകാൽ പാർക്കിംഗ് ഗ്രൗണ്ട്, ഹോമിയോ കോളേജ് പാർക്കിംഗ് ഗ്രൗണ്ട്, ചാല സ്കൂൾ ഗ്രൗണ്ട്, പൂജപ്പുര ഗ്രൗണ്ട്, കവടിയാർ സാൽവേഷൻ ആർമി സ്കൂൾ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലും ചെറിയ വാഹനങ്ങൾ ഫോർട്ട് സ്കൂൾ ഗ്രൗണ്ട്, മാഞ്ഞാലിക്കുളം ഗ്രൗണ്ട്, അട്ടകുളങ്ങര ഗവൺമെന്റ് സെൻട്രൽ സ്കൂൾ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലും പാർക്ക് ചെയ്യണം. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 23-ന് തിരുവനന്തപുരത്ത് പങ്കെടുക്കുന്ന 2 ചടങ്ങുകൾക്കും പുത്തിരിക്കണ്ടം മൈതാനത്ത് വേദിയൊരുക്കും. ഇതോടെ പ്രധാനമന്ത്രിക്ക് തിരുവനന്തപുരത്ത് വേദിയൊരുക്കുന്നതിനെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പം തീർന്നു. 23-ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന രേഖയുടെ പ്രഖ്യാപനം, റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനം എന്നിവയാണ് നടക്കുന്നത്. സർക്കാർ പരിപാടിയും പാർട്ടി പരിപാടിയും ഒരു വേദിയിൽ ഒന്നിച്ച് നടത്തുവാൻ കഴിയില്ല. അതിനാൽ റെയിൽവേ പരിപാടികളുടെ ഉദ്ഘാടനം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തുവാൻ സർക്കാരിനോട് റെയിൽവേ അനുമതി തേടിയിരുന്നു. എന്നാൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഒരുക്കം നടക്കുന്നതിനാൽ സ്റ്റേഡിയം വിട്ടു നൽകാനാവില്ലെന്നായിരുന്നു സർക്കാർ നിലപാട്. ഇതോടെയാണ് റെയിൽവേയുടെ ചടങ്ങും പുത്തിരിക്കണ്ടത്ത് നടത്തുവാൻ ധാരണയായത്. 2 ചടങ്ങുകൾക്കും മൈതാനത്ത് 2 വേദി ഒരുക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. പരിപാടികളുടെ സമയം അന്തിമമാക്കിയിട്ടില്ല.